നല്ല മഴയാണല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല തണുപ്പുമുണ്ട്. എത്ര ഉറങ്ങിയാലും നമുക്ക് ഉറക്കം തീരത്തില്ല ട്ടോ. ഒരു 8, 9 മണിയായിട്ട് ഞാൻ ദാ ഇങ്ങനെ പൊതച്ച് കിടക്കുവായിരുന്നേ. കുറച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ട് താഴെ ഫുൾ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഡബിൾ ലെയർ കർട്ടനാണ്. അതുകൊണ്ട് നമ്മൾ എപ്പഴും ക്ലീൻ ആക്കി ഇടണം കേട്ടോ. അല്ലെങ്കിൽ പൊടിയായിരിക്കും. പിന്നെ ഞങ്ങൾ വരുമ്പോൾ മാത്രമേ ജനലൊക്കെ തുറന്നിടത്തുള്ളൂ. നേരെ പിന്നെ ദാ അടുക്കളയിലിട്ട് കയറി കേട്ടോ. അമ്മ രാവിലെ തൂത്തുവാരി തുടച്ചിട്ടൊക്കെ ഇട്ടേക്കുവാണ്. പിന്നെ നമ്മൾ അവിടുന്ന് വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ അടുക്കി പറക്കി വെക്കണം. ഇത് നമ്മൾ പാല് കാച്ചിന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ആ കുപ്പി ഭരണി, സൈക്കിളിന്റെ സംഭവങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണേ. കുപ്പി ഭരണി താഴെ വീണ പൊട്ടും കേട്ടോ. മഴയും വെയിലും ഒക്കെ കൊണ്ട് എൻ്റെ കാർ ഇങ്ങനെ പുറത്ത് കിടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് അക്കരയിലോട്ട് പോയി. മാമന് വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ വന്നു എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ അവിടെ അപ്പോഴത്തേക്ക് മാമൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പഴങ്കഞ്ഞി കുടിക്കുന്നത് ഞാൻ എൻ്റെ മമ്മി വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ പാറ്റത ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ. മധുരം ഉണ്ടോ? ജോലി ചേച്ചിയൊക്കെ കാണും. എന്തോ പറയണോ? എന്താ പറയണ്ടേ? പാറ്റേ ചെറിയൊരു കേൾവിശക്തിക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറക്കെ സംസാരിച്ചത് കേട്ടോ. ഒരു സമയത്ത് അമ്മയെ എന്നെയും ഉണ്ണിയും കൂടെ പാറ്റമ്മ ഏൽപ്പിച്ചിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് പാറ്റമ്മയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ താഴെ വന്നു എന്ന് പറഞ്ഞാൽ പാറ്റമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് വിശന്നാൽ ഞാൻ ഓടി ചെന്ന് പാറ്റമ്മയുടെ വീട്ടിൽ പോയി ചോറ് കഴിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീട്ടിൽ ബാക്കി കാണാം. ബൈ.